ഹലോ, മീനിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ നമുക്കിന്നൊരു വലിയൊരു വരാലിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, കുക്കിങ്ങും ബാക്കി വിശേഷങ്ങളൊക്കെയാണ് ഈ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ മീനെ കണ്ടിട്ടുള്ള സന്തോഷമാണ് ഇവിടെ കാണുന്നത് കേട്ടോ മക്കൾക്ക്. അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിന് കിട്ടിയ മീനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നീളം കണ്ടു, ഇങ്ങനെ പിടിക്കുമ്പോഴാണ് ആക്ച്വലി ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ ആ മീന് ഒത്തിരി വലുതായതുകൊണ്ട് രവിചേട്ടന് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നതാണ് കേട്ടോ. അപ്പോൾ മീനെ കണ്ട സന്തോഷത്തിൽ ചേച്ചിയും അനിയനും ചേട്ടനും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അതിന് ചുറ്റിരുന്ന നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ വാവ അതിനെ മീമിയാണ് പറഞ്ഞ് ചേച്ചിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ കുട്ടീസൊക്കെ നല്ല ഹാപ്പിയിലാണ് ഇത്രയും വലിയ മീനെ കണ്ട സന്തോഷത്തിൽ കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് ചത്തുപോയിട്ട്, അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് അതിനെ അത്യാവശ്യം കട്ടിയാക്കി എടുത്തു. എന്നിട്ടാണ് അതിൻ്റെ തൊലിയൊക്കെ ചെത്താൻ ഇരുന്നത് കേട്ടോ. അന്നേരമല്ലേ അത് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇങ്ങനെ വടി പോലെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അത്രയ്ക്കും വലിയ എക്സ്പേർട്ടൊന്നുമല്ല തൊലി ചെത്താനായിട്ട്. എൻ്റെ വീട്ടിലൊക്കെ അമ്മയാണ് ഇതിൻ്റെ മെയിൻ ഉസ്താദ് കേട്ടോ. അത് അടിപൊളിയായിട്ട് ഒരു തരി ഫ്ലഷ് പോലും പോവാണ്ട് ആൾ ചെത്തിയെടുക്കും കേട്ടോ. ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് ക്ലീൻ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്രയും എന്താ പറയുക, ചെളി വെള്ളത്തിൽ കിടന്ന് വളരുന്ന സംഭവമായതുകൊണ്ട് തീരെ ബ്ലാക്ക് കളർ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് അത് ട്രൈ ചെയ്യുന്നുണ്ട്. ഫ്ലഷൊക്കെ പോകുന്നുണ്ട്, എന്നാലും നമ്മൾ വിടാൻ ഉദ്ദേശമില്ല. അപ്പോഴാണ് ഈ ചെത്തി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, അയ്യോ അതിൻ്റെ സൈഡ് ഞാൻ കട്ട് ചെയ്തില്ലല്ലോ, സൈഡിലത്തെ മുള്ളുണ്ടല്ലോ, അത് കട്ട് ചെയ്താലേ നമുക്ക് കുറച്ചും കൂടി സ്മൂത്തായിട്ട് സൈഡിലേക്ക് ഈ ചെതുമ്പലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അടുത്തത് അത് ചെയ്തിട്ടോ, സിസർ വെച്ചിട്ട് എല്ലാം മുകളിലത്തെയും അടിയിലത്തെയൊക്കെ സൈഡിലത്തുള്ള എല്ലാ മുള്ളും എന്താ പറയുക ചിറകും എല്ലാ സാധനങ്ങളും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. പക്ഷെ ഒരു പ്രശ്നം പറ്റി, ചെറുതായിട്ട് ഫ്ലഷൊക്കെ പോയി. എന്നാൽ ഓക്കെ. ഇതിൻ്റെ വായ കണ്ടോ ഗൈസ്, എന്തൊരു വലുതാലേ. നമുക്ക് എത്ര തരം പല്ലുകളാണ് അതിൻ്റെ ഓരോ സെക്ഷനിലും ഇങ്ങനെ പല്ലുകൾ. അതിനുശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനിതിനെ പുളി വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് ലൈറ്റ് ഒരു ചെറിയൊരു ചൂടുവെള്ളം അല്പം വിനാഗിരിയും കൂടിയിട്ട് കുറച്ച് നേരം മുക്കി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വടിച്ചെടുത്തിട്ട്, അപ്പോൾ അതിൻ്റെ മുകളിലത്തെ മുള്ളുള്ള ഭാഗത്ത് കുറച്ച് ഇങ്ങനെ ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി കേട്ടോ. പിന്നീട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ, അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തു കേട്ടോ. ഫ്രീസറിൽ വെച്ചെടുത്തുകൊണ്ട് തന്നെ സ്കിന്ന് കുറച്ച് ലൂസായിരുന്നു, പെട്ടെന്ന് തന്നെ നമുക്ക് സുഖമായിട്ട് കിട്ടുകയും ചെയ്തു കേട്ടോ. ഇതിൻ്റെ തല പോർഷനായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടി വന്നു. അതിൻ്റെ എന്താ പറയുക, നാവ്, പല്ല്, പിന്നെ വേസ്റ്റൊക്കെ നമ്മൾ ഒഴിവാക്കി ലാസ്റ്റ് നമ്മൾ ഈ കോലത്തിൽ അതിനെ ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അപ്പോൾ നമ്മൾ വറക്കാനുള്ളതും കറിക്കുള്ളതായിട്ട് മാറ്റിയിട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വറക്കാനെടുത്തിട്ടുള്ള നല്ല പീസുകളാണ്. അത് നമ്മൾ 2 പ്രാവശ്യമൊക്കെ ആയിട്ടാണ് വറക്കണത് കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തല പോർഷനാണ്, അത് കറിക്ക് കേട്ടോ. അപ്പോൾ കറിയുടെ റെസിപ്പിയാണ് നമ്മൾ പറഞ്ഞ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൂടെ നമ്മൾ മാങ്ങാ കഷ്ണങ്ങളും ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ മീൻ കഷ്ണങ്ങളും പുരട്ടി കുറച്ച് നേരം വെക്കണം കേട്ടോ. ഇതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇത് എന്താ പറയുക, അത്യാവശ്യം തീ കൂട്ടിയും കുറച്ചൊക്കെ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് എന്താ പറയുക, പുളി ഇറങ്ങുന്നതിനനുസരിച്ചിട്ട് ഉപ്പ് ചെക്ക് ചെയ്യുന്നുണ്ട് ബാലൻസ് ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ അതാണ് കേട്ടോ ഫിഷ് കറി. ഇതൊരു സിമ്പിൾ ഫിഷ് കറിയാണ്. അത്യാവശ്യം എണ്ണ തെളിയുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തലയും എല്ലാം കൂടി വെക്കുന്നൊരിതാണ് കേട്ടോ. വയറിൻ്റെ ഭാഗവും തലഭാഗവും മാത്രം വെച്ചിട്ടുള്ളൊരു ചെറിയൊരു ഫിഷ് കറിയാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ അവിടെയൊക്കെ തേങ്ങാപ്പാലിൽ കറി വയ്ക്കുമ്പോൾ കടുക് വറക്കുക, ഉലുവ വറക്കുക, അത്തരം പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടുത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ചെറിയുള്ളി. അത് നമ്മുടെ ഒരു പഴയൊരു കടായിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറി ലീവ്സും ചേർത്തിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിക്കണം കേട്ടോ. മുളക് പൊടി ചേർക്കുന്നില്ല, കാരണം അത്യാവശ്യം നല്ല കളറുണ്ട് കറിക്ക്, അതുകൊണ്ട് നമ്മൾ ചേർക്കുന്നില്ല. വേണമെങ്കിൽ ഒരു അല്പം മുളക് പൊടി ചേർത്താൽ നന്നായിരിക്കും, ഒരു റെഡ് കളർ കിട്ടാനായിട്ട്. പക്ഷേ ഇതിലതിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി നല്ല കളറുണ്ട് കറിക്ക്, അതുകൊണ്ട് തന്നെ ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുക്കുന്ന നമ്മുടെ വരാൽ കറിയുടെ റെസിപ്പി. ആ ഫൈനൽ ടച്ചിൽ നമ്മൾ ഉള്ളിയും എന്താ പറയുക വേപ്പിലൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂപ്പിച്ച് ചേർക്കുമ്പോഴേ ഒരു പ്രത്യേക അരോമയാണ് കേട്ടോ. അതൊരു എന്താ പറയുക നൊസ്റ്റാൾജിക് മെമ്മറിയാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ കറി.
അപ്പോൾ കറിയൊക്കെ ഇവിടെ സെറ്റായി വന്നപ്പോൾ നമ്മൾ അടുത്തത് ഫ്രൈ ആക്കാനുള്ള പരിപാടി നോക്കിയിട്ടോ. അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്തിട്ടുള്ള ഫിഷിൻ്റെ പീസസൊക്കെ ഇട്ടിട്ടോ. അപ്പോൾ അത് മാരിനേഷനിൽ വളരെ സിമ്പിളായിട്ട് മുളക്, മഞ്ഞൾ, ഉപ്പുപൊടി, വിനാഗിരി കേട്ടോ, ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ നന്നായിട്ട് അതിൽ തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ അപ്പുറം സൈഡ് വറുത്ത് കഴിഞ്ഞ് അതും ഒരു ഓൾമോസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ എന്താ പറയുക, ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറി ലീവ്സും കൂടിയിട്ട് നമ്മൾ ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് അതിൻ്റെ എന്താ പറയുക ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. കുറച്ച് പെപ്പറും ലാസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക വരാൽ ഫ്രൈയും നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു മോനുണ്ടല്ലോ, അവന് അധികം എരിവ് നമ്മളങ്ങനെ കൊടുക്കില്ല, ആൾക്ക് എരിവ് അധികം ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ആൾക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് ഫിഷ് വറുത്തെടുത്തു. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ഫുഡ്. അപ്പോൾ ഇതുപോലെ ഒരു കുക്കിംഗ് വീഡിയോയായി നെക്സ്റ്റ് ഡേ വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.